ഓക്കെ രണ്ട് രണ്ട് കൈ ഒരേ രണ്ട് കൈ എല്ലാവരും ചെയ്യാൻ നോക്കൂ. ഇത് നേരെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ചെയ്യാം. ഓപ്പോസിറ്റ് ഓക്കെ ഫൈൻ. നമ്മുടെ ഹിപ്പിനെ രണ്ട് സൈഡിലേക്ക് ജസ്റ്റ് ഫ്രണ്ട് ബാക്ക്. ഫൈൻ. നമ്മുടെ കാല് ഫ്രണ്ടിലേക്ക് വയ്ക്കുക. ജസ്റ്റ് ഫ്രണ്ടിലേക്ക് ലോക്ക് ചെയ്യുന്നത് നമ്മുടെ തൊടയിൽ കറക്റ്റ് സൈസിനത് ഫീൽ ചെയ്യണം. നമ്മൾ ചെയ്യുമ്പോൾ അടുത്ത കാല് വയ്ക്കുക. വീണ്ടും once again. Ready. നമ്മൾ പോസിൽ പോകുക. കാലിന്റെ കീഴിൽ നിന്ന് പോകുക. ഓക്കെ ഫൈൻ. നമ്മുടെ കൂടെ ഒന്ന് പാം ചെയ്യുമ്പോൾ സദസ്യമായിരിക്കുന്ന വിശിഷ്ട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ 25 വർഷം പിന്നിടുകയാണ്. അതിൻ്റെ ചരിത്രം ആരംഭിച്ചത് ഇത് 25ാം വർഷത്തിലൂടെ കഴിയുകയാണ്. കാലം കുറഞ്ഞ ദിനമെങ്കിലും അർത്ഥതീർന്ന നാലേറെയെങ്കിലും മനോഭിരാമം എന്ന കവിവാക്യം അർത്ഥവത്താക്കിക്കൊണ്ട് വിദ്യാലയം അതിൻ്റെ യാത്ര അനുസ്യൂതം തുടരുകയാണ്. 25 വർഷം പിന്നിടുമ്പോൾ ഒട്ടേറെ സന്തോഷമുണ്ട്. ഇരിങ്ങാലക്കുട നിവാസികളെ വിളിച്ചറിയിക്കുന്നതിൽ അതോടൊപ്പം ഇന്ന് യുവാക്കളെ വിദ്യാർത്ഥി സമൂഹത്തെ കാർന്നുകൊണ്ടിരിക്കുന്ന രാസലഹരിക്കെതിരെ സമൂഹത്തെ ബന്ധുവാന്മാരാക്കുന്നതിനും അതിനെതിരെ സമരഭടന്മാരെ അണിനിരത്തുന്നതിനും ഉദ്ദേശിച്ചുകൊണ്ടുള്ള ഈ വാക്കത്തോട് പ്രതികൂല കാലാവസ്ഥയിലും എത്തിച്ചേർന്ന
ഏവർക്കും സ്വാഗതം ആശംസിക്കുകയാണ്. പ്രത്യേകമായിട്ടും ഞങ്ങളുടെ ബഹുമാന്യനായ മാനേജർ ഫാദർ ഡോക്ടർ പ്രൊഫസർ അസം കുറ്റിക്കാലം അവർക്കും ഇരിഞ്ഞാലക്കുടയുടെ പ്രഥമവനിക മേരിക്കുട്ടി ജോയ് അവർക്കും ഇവിടെ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നതിനായി എത്തിയിരിക്കുന്ന ഈ വിദ്യാലയത്തെ അങ്ങേറ്റം സ്നേഹിക്കുന്ന എൻ്റെ നാട്ടുകാരനും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള ഫ്രാങ്ക്ലിൻ തോമസ്, റിട്ടയേർഡ് MPA റോഡ്, കാർ ഇൻസ്പെക്ടർ ന്യൂയോർക്ക് അവർക്കും, അതുപോലെ തന്നെ സാഫ് ഗെയിംസ്, അതുപോലെ ഏഷ്യൻ ഗെയിംസ് അവാർഡ് വിന്നറായിട്ടുള്ള അബ്ദുള്ള സാറിനും, അതുപോലെ ഈ വിദ്യാലയത്തിൻ്റെ പൂർവ്വ വിദ്യാർത്ഥിയും സിനി ആർട്ടിസ്റ്റും ഒരു താര ശോഭയോടുകൂടി നിൽക്കുന്ന, അതല്ലെങ്കിൽ അഭിനയത്തിൻ്റെ വഴികളിൽ വിടരാൻ നിൽക്കുന്ന ഒരു പുഷ്പമായി നിൽക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട പൂർവ്വ വിദ്യാർത്ഥിനി ക്ലയർ സി ജോണിനെയും ട്രസ്റ്റി തോമസ് തമിലത്ത്, സാബു സാർ, ജോർജ് സാർ, ഷാജൻ സാർ എന്നിവരെയും മുൻ ട്രസ്റ്റിയും കോപാറ്റനുമായിട്ടുള്ള ആന്റണി കണ്ടംകുളത്തി സാറ്, അതുപോലെ തന്നെ ഈ വിദ്യാലയത്തെ അങ്ങേറ്റം സ്നേഹിക്കുന്ന ഇവിടുത്തെ പള്ളി കമ്മിറ്റിയിലുള്ള മുഴുവൻ പേരെയും, ഇവിടെ വിവിധ കമ്മിറ്റികളിലായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന രജത ജൂബിലിയിലെ വിവിധ കമ്മിറ്റികളിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ കൺവീനർമാരെയും, ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ അണിചേർന്നിരിക്കുന്ന എല്ലാവരെയും, അതിലുപരിയായി വിദ്യാലയത്തെ സ്നേഹിക്കുകയും ഇതിൻ്റെ പ്രവർത്തനങ്ങളിൽ ആദ്യാവസാനം പങ്കുകൊള്ളുവാനായിട്ട് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന നല്ലവരായ നാട്ടുകാരും ജനപ്രതിനിധികൾ, അതുപോലെ തന്നെ ഞങ്ങളുടെ രക്ഷിതാക്കൾ, PTA ഷാജു സി ചിറയൻ, മുൻ PTA പ്രസിഡന്റ് തുടങ്ങി മുഴുവൻ വിദ്യാർത്ഥികളെയും, എൻ്റെ എല്ലാ അധ്യാപക സുഹൃത്തുക്കളെയും, ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ മുഴുവൻ പേരെയും സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാർത്തകൾ നിർത്തുന്നു. ഒരല്പസമയം നിശബ്ദത ഇവിടെ ചെയ്യാൻ പോകുന്ന പ്രവൃത്തിക്ക് ഏറ്റവും അത്യാവശ്യമായ കാര്യമാണ് സൈലൻസ്. പ്ലീസ് പ്ലീസ് സൈലൻസ്. സയൻസ് നമ്മൾ ചെയ്യുന്ന ഒരു നല്ല പ്രവൃത്തിയാണ്, സൽപ്രവൃത്തി. മാനവികതയെ ഉയർത്തുക, മനുഷ്യത്വത്തെ ഉയർത്തുക. നമ്മുടെ സ്കൂളിൻ്റെ 25ാം ആണ്ട് പൂർത്തിയാക്കുകയാണ്. 2000-ൽ ആരംഭിച്ചു, 2025 ഇത് തീരാൻ പോവുകയാണ്. 25 വർഷം നമ്മുടെ ഇരിഞ്ഞാലക്കുട ദേശത്തുള്ള യുവജനതയെ ഒരുമിച്ച് ചേർത്ത് നിർത്തി. അത് വിദ്യാഭ്യാസം എന്ന് പറയുന്ന അക്കാഡമിക് കരിക്കുലം അല്ല പ്രധാനമായിട്ട് കൊടുത്തിരുന്നത്, അതൊരു സെക്കൻഡറിയാണ്. പ്ലീസ് പ്ലീസ് നല്ല കുഞ്ഞുങ്ങളല്ലേ, അതുകൊണ്ട് ശ്രദ്ധിക്കുകയല്ല. പറയുന്നത് ദീർഘിപ്പിക്കുന്നില്ല, പ്രസംഗത്തിൽ പ്രസക്തിയില്ലെന്നറിയാം. ഒറ്റ വാക്ക്, ഒറ്റ സെന്റൻസ് പറഞ്ഞെടുക്കാൻ നിർത്തുക. അപ്പോൾ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഒരു സമഗ്രമായിട്ടുള്ള വളർച്ചയാണ് നമ്മൾ ഉദ്ദേശിക്കുക. അതിലേറ്റവും പ്രധാനപ്പെട്ടത് മാനവികതയാണ്, മനുഷ്യത്വം, സ്നേഹം, സമഭാവന. അതിനകത്ത് ലഹരി എന്ന് പറയുന്ന മഹാവിപത്തിനെ നമ്മൾ പൂർണ്ണമായിട്ടും അകറ്റി നിർത്തുകയാണ്. ലഹരി വേണ്ട നമുക്ക്. നമ്മുടെ ലഹരി വിജ്ഞാനത്തിൻ്റെയും സമഭാവനയുടെയും സമത്വത്തിൻ്റെയും സഹിഷ്ണുതയുടെയും ലഹരിയായിരിക്കണം നമ്മുടെ. അതും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ലഹരി വിരുദ്ധ ഇരിഞ്ഞാലക്കുട ടൗൺഷിപ്പ്, ഇതാണ് നമ്മൾ ഉദ്ദേശിക്കുക. അതുവഴിയായിട്ട് നമ്മളും നമ്മുടെ കുടുംബവും വരും തലമുറകൾ രക്ഷപ്രാപിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇതിൽ ലക്ഷ്യം നേടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചോദിക്കുന്നു. നന്ദി, നമസ്കാരം. എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സെൻറ്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ 25 വർഷം പൂർണ്ണമനുബന്ധിച്ച് രജത ജൂബിലിയോടനുബന്ധിച്ച് നടത്തപ്പെടുന്ന ഈ വാക്കത്തോൺ ലഹരി വിരുദ്ധ ക്യാമ്പയിനാണ് ഇപ്പോൾ നടക്കുന്നത്. ഈ
ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും വിനീത നമസ്കാരം. നമുക്കറിയാം, ഇന്ന് നമ്മുടെ സമൂഹം ഏറ്റവും വിഷമിക്കുന്ന അപകട അവസ്ഥയിൽ നിൽക്കുന്ന ഒന്നാണ് ലഹരി. ഈ ലഹരി വിരുദ്ധ യജ്ഞമായിട്ട് നമുക്ക് പ്രഖ്യാപിക്കണമെങ്കിൽ അത് ഒരു ക്യാമ്പയിനിലൂടെയും, അതായത് നല്ല നല്ല ക്ലാസ്സുകളിലൂടെയും, അതുപോലെ അവർക്ക് വേണ്ടത്തക്ക രീതിയിൽ നമുക്ക് എങ്ങനെ അവരെ ചേർത്ത് പിടിക്കാൻ സാധിക്കുമോ അതാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക. നമ്മുടെ വളർന്നു വരുന്ന കുട്ടികളും യുവതലമുറയുമാണ് നമ്മുടെ ലോകത്തിൻ്റെ, നമ്മുടെ നാടിൻ്റെ ഒക്കെ ഭാവി എന്ന് പറയുന്നത്. അവരെ ചേർത്ത് പിടിക്കുക നമ്മുടെ എല്ലാവരുടെയും ലക്ഷ്യമായി എടുത്തുകൊണ്ട് തന്നെ നമുക്ക് ഈ ലഹരി വിരുദ്ധ ഈ ജാഥ, അതായത് നമ്മുടെ ഈ വാക്കത്തോൺ എല്ലാവരും വിജയമായി തീരട്ടെ. ഹയർ സെക്കൻഡറി സ്കൂളിൽ നടത്തപ്പെടുന്ന ഈ വാക്കത്തോൺ ഇത് നമ്മുടെ കുട്ടികളെ, ഒന്നല്ല രണ്ടല്ല, എല്ലാ കുട്ടികളെയും നമുക്ക് യുവജനങ്ങളെ ചേർത്ത് പിടിക്കാനുള്ള ഒരു ഉപകരണമായി മാറട്ടെ എന്ന് മാത്രമാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. എല്ലാവർക്കും രജത ജൂബിലിയുടെയും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. അച്ഛനും ചേർന്ന് നമ്മുടെ ന്യൂയോർക്കിലെ പോലീസ് ഓഫീസർ ആർപിഒക്കെയായി പ്രവർത്തിച്ചിട്ടുള്ള ബഹുമാനപ്പെട്ട തോമസ് ഫ്രാങ്ക്ലിൻ സാറിനെ അവർ ഈ ഫ്ലാഗ് കൈമാറും. ഫ്ലാഗ് വീശും. ബഹുമാനപ്പെട്ട പോലീസ് ഓഫീസർ ഫ്രാങ്ക്ലിൻ സാറ് ഫ്ലാഗ് കൈമാറും. അതിനുശേഷം അത് ഹെഡ് മാസ്റ്ററും നമ്മുടെ സ്കൂൾ ലീഡർ ക്രിസ്റ്റഫറും കൂടിയിട്ട് തോമസ് സാറ് ഈ ഫ്ലാഗ് കൈമാറുന്നതാണ്. ഫ്ലാഗ് കൈമാറുന്നതിനായിട്ട് ബഹുമാനപ്പെട്ട വികാരിയെയും ചെയർപേഴ്സണെയും സിനിമാ താരം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ട് ക്ലെയറിനെയും ക്ഷണിക്കും. ബഹുമാനപ്പെട്ട വികാരിയും ചെയർപേഴ്സൺ സിനിമാ താരം ക്ലെയറും ചേർന്നു. സിനിമാ താരം ക്ലെയർ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ തന്നെ ഫ്ലാഗ് തോമസ് സാറിന്, തോമസ് ഫ്രാങ്ക്ലിന് കൈമാറുകയാണ്. തോമസ് ഫ്രാങ്ക്ലിൻ വാക്കുകൾ ഔദ്യോഗികമായിട്ട് ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ബഹുമാനപ്പെട്ട ഫ്രാങ്ക്ലിൻ സാർ, ചെയർപേഴ്സണും സിനിമാ താരം പൂർവ്വ വിദ്യാർത്ഥി കൂടിയായിട്ടുള്ള ക്ലെയർ സി ജോൺ ചെയ്യുന്നത് ഇപ്പോൾ ഫ്ലാഗ് കൈമാറിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കുകയാണ്. ഈ ഫ്ലാഗ് നമ്മുടെ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പ്രിൻസിപ്പൽ പ്രിയപ്പെട്ട ആൻസൺ ലോകേഷ് സാറും സ്കൂൾ ലീഡർ പ്രിയപ്പെട്ട ക്രിസ്റ്റഫറും PTA പ്രസിഡന്റ് പാരന്റ് ടീച്ചേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റായിട്ടുള്ള ശ്രീ ഷാജോ ചെറിയതും ഈ ഫ്ലാഗ് ഇപ്പോൾ കൈമാറുകയാണ്. വളരെ കുറഞ്ഞിട്ടുള്ളതുകൊണ്ട് നമുക്ക് ഇപ്പോൾ തന്നെ വാക്കത്തോൺ ആരംഭിക്കാം. ഒരിക്കൽ കൂടി വാക്കത്തോണിന്റെ 2000 ആരംഭിച്ച ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള രജത നിറവ് വാക്കത്തോൺ വെച്ചുകൊണ്ട് ഇതാ ഈ രാജവീതിയിലൂടെ കടന്നു വരികയാണ്. വിശിഷ്ടാതിഥികൾ, പൗരപ്രമുഖർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് പേർ അണിനിരക്കുന്ന വാക്കത്തോൺ രാസലഹരിക്കെതിരെ മധുരം ജീവിതം ഉറങ്ങുന്ന ഇരിങ്ങാലക്കുടയുടെ വഴിത്താരകളെ പ്രകടന രീതിയിലൂടെ ഈ വഴിത്താരകളിലൂടെ ഇതാ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വരികയാണ്. പാഠ്യേതര വിഷയങ്ങളിൽ കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിൽ നിൽക്കുന്ന സ്കൂളുകളിലൊന്നാണ് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2000 ആരംഭിച്ച ഇരിങ്ങാലക്കുടയിൽ ദൈവസ്തംഭം പോലെ ഉയർന്നു നിൽക്കുന്ന സ്ഥാപനം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി വിദ്യാലയത്തിൻ്റെ പാഠ്യവിഷയങ്ങളോട് കലാ, കായിക, സാഹിത്യ, സാംസ്കാരിക പ്രവർത്തനങ്ങളിൽ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള
ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി ഈ വാഹനത്തിന് തൊട്ടുപിറകിൽ ഈ രാജകീയ കൊണ്ടുകൊണ്ടിട്ടുള്ളത് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ രജത ജൂബിലി ആഘോഷങ്ങളോടനുബന്ധിച്ചുള്ള രജത നിറവ് വാക്കത്തോട് ഈ വഴിത്താരകളെ പുളകം കൊള്ളിച്ചുകൊണ്ട് ഇതാ ഈ രാജവീതിയിലൂടെ വിശിഷ്ടാതിഥികൾ, പൗരപ്രമുഖർ, വിദ്യാർത്ഥികൾ, മാതാപിതാക്കൾ, അധ്യാപകർ, നാട്ടുകാർ തുടങ്ങി നൂറുകണക്കിന് പേർ അണിനിരക്കുന്ന വാക്കത്തോട് രാസലഹരിക്കെതിരെ മധുരം ജീവിതം എന്ന ആന്റി ഡ്രഗ് ക്യാമ്പയിന്റെ ഭാഗമായി നടത്തപ്പെടുന്ന വാക്കത്തോട് പുരാതനവും ചരിത്രവും നിറഞ്ഞുള്ള ഇരിങ്ങാലക്കുടയുടെ വഴിത്താരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ രാജവീതി വഴിത്താരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ രാജവീതിയിലൂടെ കടന്നുവരും. നവചരിത്രത്തിന്റെയും ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രാസലഹരിക്കെതിരെ നടത്തപ്പെടുന്ന വാക്കത്തോട് 2000 ആരംഭിച്ച സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോട് ഇരിങ്ങാലക്കുടയിലെ നാടും മധുര ഉച്ചത്തിക്കൊണ്ട് ഇരിങ്ങാലക്കുടയുടെ വഴിത്താരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ രാജവീതിയിലൂടെ ഈ വഴിത്താരകളിലൂടെ ഇതാ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വരികയാണ്. പാഠ്യേതര വിഷയങ്ങൾ കേരളത്തിലെ ഏറ്റവും മുൻപന്തിയിലുള്ള സ്കൂളുകളിലൊന്നാണ് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ. 2000 ആരംഭിച്ച ഇരിങ്ങാലക്കുടയിൽ ഈ സംഭവത്തോടെ
ചരിത്രവും ഉറങ്ങുന്ന ഇരിങ്ങാലക്കുടയുടെ വഴിത്താരകളെ പ്രകമ്പനം കൊള്ളിച്ചുകൊണ്ട് ഈ രാജവീതിയിലൂടെ കടന്നുവരുന്നു. ത്തിന്റെയും കുടിയാട്ടത്തിന്റെയും നളചരിതത്തിന്റെയും നാടായ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂൾ രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി രാഷ്ട്രലഹരിക്കെതിരെ നടത്തപ്പെടുന്ന വാക്കത്തോട് 2000 ആരംഭിച്ച ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി രജത ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള രജത നിർമ്മാണം സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്ന് ആരംഭിച്ച വാക്കത്തോട് ഇരിങ്ങാലക്കുടയെ നാടും നഗരമെത്തിച്ചുകൊണ്ട് ഇരിങ്ങാലക്കുടയുടെ വഴിത്താരകളെ പ്രകടനം കൊള്ളിച്ചുകൊണ്ട് ഈ രാജവീതിയിൽ ഈ വഴിത്താരകളിലൂടെ ഇതാ ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലേക്ക് കടന്നു വരികയാണ്. വിപുലമായിട്ടുള്ള അവസരങ്ങൾ കാഴ്ചവെക്കാൻ വിവിധ ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായിട്ടുള്ള വാക്കത്തോടാണ് ഈ വഴിത്താരകളിലൂടെ കടന്നു വരുന്നത്. ചിന്ത വിരിഞ്ഞിറങ്ങി ചത്തമിഴികളെ കൂട്ടിലെത്തി കെട്ട കാലത്തിൻ കരിന്തേളുകൾ ഉന്മാദലാവയിൽ സിരതിളച്ചു ചോരച്ചുഴികളിൽ ബോധമറ്റു ഒരു പൂവായി വിരിഞ്ഞു നിന്നു വിറയ്ക്കാത്ത കൈകളാൽ കണ്ടൊടിച്ചു അച്ഛനൊരു പ്രതിയോ
ചൊല്ലിത്തരുന്നത് എല്ലാവരും ഏറ്റുചൊല്ലുക. മാനവരാശിയെ തകർക്കുന്ന മാരക വിപത്താണ് മയക്കുമരുന്ന് എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിയുന്നു. ലഹരി വസ്തുക്കളുടെ ഉപയോഗം അത് ഉപയോഗിക്കുന്ന വ്യക്തിയോടൊപ്പം കുടുംബത്തെയും സമൂഹത്തെയും പൂർണ്ണമായും നശിപ്പിക്കുമെന്നും ഞാൻ മനസ്സിലാക്കുന്നു. ഞാനും എൻ്റെ സമൂഹവും ലഹരിയിൽ വീഴാതിരിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും ഞാൻ നടത്തും. ജീവിതമാണ് ലഹരി എന്ന ആശയം എൻ്റെ ജീവിതത്തിൽ പകർത്തുന്നതിനൊപ്പം മറ്റുള്ളവരുടെ ജീവിതത്തിൽ ഈ ആശയം ഞാൻ പ്രയത്നിക്കുകയും ചെയ്യും. ലഹരി വിമുക്ത നവകേരളം പടുത്തുയർത്തുവാൻ എൻ്റെ എല്ലാ കഴിവുകളും പ്രവർത്തിക്കുമെന്നും ഞാൻ ഇതിനാൽ പ്രതിജ്ഞ ചെയ്യുന്നു. സ്നേഹോപഹാരം നൽകുന്നതിനായി ആൻസൺ സാറിനെ ക്ഷണിച്ചുകൊള്ളുന്നു. ശ്രീ തോമസ് ഫ്രാങ്ക്ലിൻ നൽകുന്ന 1,00,000 രൂപയുടെ സാമ്പത്തിക സഹായം സ്വീകരിക്കുന്നതിനായി സ്കൂൾ മാനേജർ ലാസറച്ചനെ ബഹുമാനത്തോടെ ക്ഷണിച്ചുകൊള്ളുന്നു. താങ്ക് യു സർ. എൻ്റെ പേര് ഫ്രാങ്ക്ലിൻ തോമസ് ആണ്. നിങ്ങൾ അറിഞ്ഞു കാണും, ഞാൻ ന്യൂയോർക്കിൽ 40 വർഷത്തോളം താമസിച്ചു വരികയാണ്. ജോലി ഞാനൊരു വേൾഡിലെ ഏറ്റവും വലിയ ഡിപ്പാർട്ട്മെൻറ്റ് എന്ന് പറയുന്ന MTAയിലെ ഒരു റോഡ് കാർ ഇൻസ്പെക്ടറാണ്. അതായത് പോലീസും RTO രണ്ടും കൂടി ചേർന്ന ഒരു ഡിപ്പാർട്ട്മെൻറ്റാണ്. പിന്നെ ഞാൻ ഇത്ര നാളായാലും എൻ്റെ ഭാഷ മറക്കാതെ അത് ഇരിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. പ്രത്യേകിച്ച് ഞാനിവിടെ വരുവാൻ വാക്കത്തോൾ ഈ ഒരു ആഘോഷത്തിനോടനുബന്ധിച്ചാണ് ഞാനിവിടെ വരുവാനും നിങ്ങളുമായിട്ട് പങ്കുചേരുവാനും ഇടവന്നത്. അത് എനിക്ക് വലിയൊരു ജീവിതത്തിലൊരു വലിയ ഒരു പ്രത്യേകിച്ച് ഒരു സാഹചര്യമായി എനിക്ക് തോന്നി. കാരണം ഇങ്ങനെ നമ്മുടെ നാട്ടിലും ലഹരി വിരുദ്ധ കാര്യങ്ങൾക്കായിട്ട് സ്കൂളും പള്ളിയിലെ ഫാദറും ഇവരൊക്കെ എല്ലാവരും നാട്ടുകാരും എല്ലാവരും ചേർന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ അത് ആവശ്യമാണ്. പ്രത്യേകിച്ച് ഈ അവസരത്തിൽ അത് ദൈവം അതിനെ കൂടുതലായിട്ട് നിങ്ങളെല്ലാവരും ആ സംരംഭം വിജയിക്കുവാനായിട്ട് ഇന്നത്തെ സമൂഹത്തെ ഏറ്റവും കൂടുതൽ കാർന്നിരുന്ന ഒരു പ്രവണതയാണ്. ന്യൂയോർക്കിലാണ് ഞാൻ ജോലി ചെയ്യുന്നത്. അവിടെയെല്ലാം ഇത് വളരെ വളരെ വേസ്റ്റായിരുന്നു. അതെല്ലാം കൺട്രോൾ ചെയ്ത് ഇപ്പോൾ നല്ല നിലയിലാണ്. അവിടെയെല്ലാം കോളേജിലും സ്കൂൾ തലത്തിലെല്ലാം ഇപ്പോൾ നടക്കുന്നത്. അത് ഇവിടെയും അങ്ങനെ വരണം എന്നാണ് എൻ്റെ ആഗ്രഹം. അത് സംഭവിക്കട്ടെ. ഈ സ്കൂളിനനുബന്ധിച്ച് മാനേജരും അതിനോടുള്ള സ്റ്റാഫും ടീം അംഗങ്ങളും എല്ലാവരും എന്നോട് വളരെ വളരെ ഇവിടുത്തെ കാര്യങ്ങളെക്കുറിച്ചും പല കാര്യങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ട് എനിക്കതിൽ എന്നാൽ കഴിയുന്ന എന്തെല്ലാം സാധിക്കുമോ അതെല്ലാം ചെയ്യാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. പ്രത്യേകിച്ച് അവരോടെല്ലാം എനിക്ക് എൻ്റെ ഹൃദയം നിറഞ്ഞ
താങ്ക്സ് ഉണ്ട്. നിങ്ങളോടും എനിക്ക് എൻ്റെ താങ്ക്സ് ഉണ്ട്. ഇത്രയും പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട തോമസ് ഫ്രാങ്ക്ലിൻ സാറ് നമുക്കറിയാം, നമ്മുടെ രൂപതയ്ക്കും നമ്മുടെ നാടിനുമൊക്കെ ഒരു അഭിമാന പുത്രനാണ്. ന്യൂയോർക്കിലെ പോലീസ് ഓഫീസറായിട്ട് മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെന്റിലൊക്കെ സ്തുത്യർഹമായിട്ടുള്ള സേവനം ചെയ്ത പേരാമ്പ്ര സ്വദേശിയാണ് തോമസ് ഫ്രാങ്ക്ലിൻ റോക്ക് എന്ന് പറയുന്ന ബഹുമാനപ്പെട്ട സാറ് ഒരു തിരക്കഥ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അധികം വൈകാതെ തന്നെ അത് നമുക്ക് അഭ്രപാളിയിൽ കാണാൻ കഴിയും. ടൊവിനോയെ വെച്ചുകൊണ്ട് പിടിക്കണമെന്നുള്ളത് അതിന്റെ പ്രാരംഭ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്നു. പ്രിയപ്പെട്ട തോമസ് ഫ്രാങ്ക്ലിൻ സാറിന് നമ്മുടെ വികാരി അച്ഛന്റെ പേരില്, നമ്മുടെ സെന്റ് തോമസ് കത്തീഡ്രൽ ഇടവകയുടെ പേരില്, ഈ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ പേരില് രജത ജൂബിലിയുടെ ഭാഗമായിട്ടുള്ള എല്ലാവിധ അഭിനന്ദനങ്ങളും നന്ദിയും സ്നേഹവും അറിയിക്കുകയാണ്. നമ്മുടെ സിനിമാ താരം ഇപ്പോൾ ജിത്തു ജോസഫിന്റെ സിനിമയിൽ ഇപ്പോൾ അടുത്ത് ഇറങ്ങാൻ പോകുന്ന സിനിമയിൽ അഭിനയിച്ചു വരുന്ന വരാനിരിക്കുന്ന കാലഘട്ടങ്ങളിൽ നമ്മുടെ നായികയായിട്ട് വരുന്ന ക്ലെയർ സി ജോൺ ആണ്. ഈ സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. ക്ലെയറിനും പ്രത്യേകമായിട്ടുള്ള അഭിനന്ദനങ്ങളും ആശംസകളും നേരുകയാണ്. അബ്ദുൾ ക്ലെയറിന് സ്നേഹോപഹാരം നൽകുവാനായി കോർപ്പറേറ്റ് മാനേജർ ഫാദർ സിജോ ഇരുമ്പനച്ചനെ ഏറ്റവും ആദരവോടെ ക്ഷണിച്ചുകൊള്ളുന്നു. സിജോ അച്ഛനെ 2 വാക്ക് സദസ്സിനെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. സ്നേഹം നിറഞ്ഞ ലാസറച്ച, ആൻസോ മാസ്റ്റർ, ഈ വേദിയിൽ സംഗീതരായിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, ഞാനായിരിക്കും ഏറ്റവും വൈകി വന്ന ആൾ. നിങ്ങൾക്കറിയാലോ, മറ്റൊക്കെ ഇടവപ്പള്ളിയിൽ നിന്ന് ശുശ്രൂഷകൾ കഴിഞ്ഞിട്ടാണ് ഞാൻ വരുന്നത്. എന്നാലും ആൻസോ മാസ്റ്ററുടെ സ്നേഹപൂർവ്വമായിട്ടുള്ള നിർബന്ധത്തിന് വഴങ്ങിയിട്ട് ഓടിയെത്തുകയാണ് ചെയ്തത്. ഏറെ സന്തോഷം. നിങ്ങൾ ഈ ടീഷർട്ടൊക്കെ ഇട്ടിരിക്കുന്ന കാണുമ്പോൾ എന്തായാലും 10-250 പേരെങ്കിലും ടീഷർട്ട് ഇട്ടിട്ടുണ്ടെന്നാണ് വിചാരിക്കുന്നത്. ഈ പ്രതികൂലമായ കാലാവസ്ഥയിലും ഈ ഒറ്റ ലക്ഷ്യം, ഒന്ന് നമുക്കറിയാം രജത നിറവാണ്, 2 സ്കൂളിലെ രാസലഹരിയൊക്കെ തീക്ഷ്ണതയോടുകൂടി കുട്ടികളിൽ നിന്ന് അകറ്റിക്കളയാനുള്ള ഒരു പ്രതിജ്ഞയോടുകൂടിയാണ് നിങ്ങൾ ഇന്ന് ഈ വാക്കത്തോൺ നടത്തിയിരിക്കുന്നത്. നിങ്ങളുടെ എല്ലാ ഉദ്യമങ്ങളും തീക്ഷ്ണതയോടുകൂടി, കൂടുതൽ തീക്ഷ്ണതയോടുകൂടി മുന്നോട്ട് പോകട്ടെ. നമ്മുടെ കലാലയം 25 വർഷം പൂർത്തീകരിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾ നടത്തുന്ന എല്ലാ പരിപാടികൾക്കും ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ അവസാനിപ്പിക്കുന്നു. നന്ദി. താങ്ക് യു ഫാദർ. ആശംസകൾ അർപ്പിക്കുന്നതിനായി ശ്രീ തോമസ് പകല് അദ്ദേഹത്തെ ആദരവോടെ ക്ഷണിക്കുന്നു. ഏറ്റവും ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൾ, സ്കൂൾ മാനേജർ, അതുപോലെ കോർപ്പറേറ്റ് മാനേജർ, PTA പ്രസിഡന്റ്, വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തികളെ, നല്ലവരായ വിദ്യാർത്ഥികളെ, ഇവിടുത്തെ പ്രമുഖരെ, നമുക്കറിയാം ഇരിഞ്ഞാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമായി ഇന്ന് നടത്തുന്ന വാക്കത്തോൺ എല്ലാ തരത്തിലും പൊതുജനങ്ങൾക്കൊരു മാതൃകയാകുന്ന രീതിയിൽ, പൊതുജനങ്ങളിലേക്ക് നല്ലൊരു അവബോധം സൃഷ്ടിക്കുന്ന രീതിയിലേക്ക് നമുക്ക് ചെയ്യുവാൻ സാധിച്ചു. അതിന് നേതൃത്വം കൊടുത്ത എല്ലാവർക്കും പ്രത്യേക അഭിനന്ദനങ്ങൾ നേർന്നുകൊണ്ട് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു. ജയ് ഹിന്ദ്. ഫോർമർ സ്റ്റുഡന്റ് ക്ലെയർ പ്ലീസ്. ഭാവിയിലെ മഞ്ജു വാര്യരാണ് ക്ലെയർക്ക് പ്രത്യേക. എല്ലാവർക്കും നമസ്കാരം. ഞാൻ ഏത് സിനിമയിലുള്ളതെന്ന് അറിയുന്നു. ഒരുപാട് തവണ സിനിമാ താരം എന്ന് പറയുമ്പോൾ ഇവിടെ എല്ലാവരും നോക്കാം, ഏത് സിനിമയാണെന്ന് മാത്രം അറിയുന്നില്ല. ഇപ്പോൾ ലാസ്റ്റ് ഡിറ്റക്റ്റീവ് ഉജ്ജ്വലൻ എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങി. ആരെങ്കിലും കണ്ടിരുന്നോ? ഉണ്ടെന്ന് എൻ്റെ ഒരു ടീച്ചർ മാത്രമാണ് കണ്ടിട്ടുള്ളത്. അപ്പോൾ പിന്നെ നിങ്ങൾ എങ്ങനെ അറിയും? എനിക്കിവിടെ നമ്മളിപ്പോൾ ഒരു ലഹരി വിമുക്ത ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നിൽക്കുന്നത്. എങ്കിൽ പോലും എനിക്കൊരു ജൂണിലെ മഴക്കാലത്ത് ഓടി സ്കൂളിൽ വന്ന് ഷീജ ടീച്ചറിൻ്റെ പേടിപ്പിക്കുന്ന മാത്സ് ക്ലാസ്സുകളൊക്കെ അതേ പേടിയോടെ ഞാനിപ്പോൾ ഇവിടെ നിൽക്കണേ. സോ അത് എനിക്ക് നിങ്ങളുടെ ഇവിടെ ഇരിക്കുമ്പോൾ സത്യത്തിൽ ഒരു അസൂയും കുശുമൊക്കെ തോന്നുന്നുണ്ട്. കാരണം എക്സാക്ട്ലി 10 years ago I was here. ഒരു മാറ്റങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല സ്കൂളിൽ. അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട്. ഞാൻ മാനേജ്മെൻറ്റിൻ്റെ സൈഡിൽ നിന്നും
എൻ്റെ ടീച്ചേഴ്സിനും റെവറൻഡ് ഫാദേഴ്സ് പിന്നെ ഫ്രാങ്ക്ലിൻ സാർ എല്ലാവർക്കും നന്ദിയുണ്ട്. തിരിച്ചിങ്ങോട്ട് വിളിച്ചതിനും എന്നെ ആ ഓർമ്മകൾ പുതുക്കി തന്നതിനും എന്നെ അങ്ങനെ ഒരു സ്നേഹോപഹാരം എന്നൊക്കെ പറഞ്ഞ് ഞാൻ എവിടെയും പോവാറില്ല സത്യത്തിൽ. പക്ഷേ ഞാൻ കോളേജിൽ പോയിട്ടില്ല, സ്കൂളിൽ പോയിട്ടില്ല, ഞാൻ ആകെ കൂടി സെൻറ്റ് മേരീസിൽ മാത്രമേ വന്നിട്ടുള്ളൂ. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ ദാറ്റ്. പിന്നെ എനിക്ക് തോന്നുന്നു ഇന്നത്തെ വിഷയം, നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ലഹരി എന്ന് പറയുന്നൊരു പ്രശ്നമാണ്. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരിക്കുമ്പോൾ ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലും ഇത് ഉപയോഗിക്കുന്നുണ്ടോ ഉപയോഗിക്കുന്നില്ലേ എന്ന് പോലും നമുക്കറിയില്ല. ആ ഒരു സിറ്റുവേഷൻ ഉണ്ട്. അതിന് അപ്പുറത്തേക്ക് ഇപ്പോൾ നമുക്ക് നമ്മുടെ ചുറ്റുമെല്ലാം ക്ലീൻ ആയിരിക്കാം, പക്ഷേ നമ്മൾ ഇന്നൊരു കരിയർ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, നമ്മുടെ പ്രൊഫഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇതെല്ലാം നാച്ചുറലി നമ്മുടെ സിസ്റ്റത്തിലേക്ക് വരും. നമ്മൾ അതിനോടൊക്കെ പ്രോണായിരിക്കും. അതിൻ്റെ ഒരു സാഹചര്യം, എൻവയൺമെൻറ്റൊക്കെ നമ്മളുടെ അടുത്തുണ്ടായിരിക്കും. പക്ഷേ നമ്മൾ ജെൻസി രീതിയിൽ പറയുന്ന പോലെ എല്ലാം ഒരു ചോയ്സാണ്. റെസ്പെക്റ്റ് മൈ ചോയ്സ് എന്ന് പറയുന്ന ഒരു കാലഘട്ടത്തിലാണ്. പക്ഷെ അവിടെയും നമ്മൾ നേരത്തെ എടുത്ത പോലെ ദൃഢമായിട്ടുള്ള പ്രതിജ്ഞകൾ എടുത്ത് നമ്മളുടെ ചുറ്റുമുള്ള എൻവയൺമെൻറ്റിൽ നമ്മൾ നല്ല മെസ്സേജസ് കൊടുക്കാൻ പറ്റുന്ന ആങ്കേഴ്സ് ആവാൻ ശ്രമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വട്ടം കൂടി ഞാൻ എല്ലാവർക്കും എൻ്റെ ഹൃദയപൂർവ്വമായ നന്ദി അറിയിച്ചുകൊണ്ട് താങ്ക് യു. താങ്ക് യു ക്ലെയർ. നന്ദി അർപ്പിച്ച് സംസാരിക്കുന്നതിനായി PTA പ്രസിഡന്റ് ഷാജു CJ അദ്ദേഹത്തെ ക്ഷണിക്കുന്നു. എത്രയും സ്നേഹം നിറഞ്ഞ മാനേജർ റവറൻഡ് ഫാദർ പ്രൊഫസർ കുട്ടിക്കാട്ടിലെ കോർപ്പറേറ്റ് മാനേജർ സിജോ ഇരിമ്പരച്ചൻ, ഇരിഞ്ഞാലക്കുട കത്തീഡ്രൽ ട്രസ്റ്റിമാരെ, നമ്മുടെ ചീഫ് ഗസ്റ്റായിട്ട് ഇന്ന് വന്നിരിക്കുന്ന നമ്മളുടെ തോമസ് ഫ്രാങ്ക്ലിൻ സാർ, സീനിയർ ആർട്ടിസ്റ്റ് ക്ലെയർ, വേദിയിലെ വിശിഷ്ട വ്യക്തികളെ, സ്വന്തം ഇടവക ജനങ്ങളെ, പ്രിയ കുട്ടികളെ, മാതാപിതാക്കളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ പ്രോഗ്രാം ദൈവം നമ്മുടെ കൂടെയുണ്ട് എന്നുള്ളതിനുള്ള തെളിവാണ്. ഇന്നത്തെ ഈ പ്രോഗ്രാം നമ്മൾ മഴയൊന്നും നനയാതെ ഭംഗിയായി ഇത് സമാപിച്ചു എന്നുള്ളത്. ഏറ്റവും ആദ്യമായി ദൈവത്തിന് നന്ദി പറയുന്നു. നമ്മുടെ വികാരിയച്ഛൻ ഇവിടെ നിറങ്ങുന്നതിന് മുമ്പ് തന്നെ ഞങ്ങളോടൊക്കെ പറഞ്ഞിരുന്നു, ഈ പ്രോഗ്രാം കഴിയുന്നവരെ ഒരു കാരണവശാലും മഴ പെയ്യില്ല. പ്രിൻസിപ്പള്, PTA പ്രസിഡന്റ്, ഞാൻ മഴ വിലക്കിയിട്ടുണ്ട്, ധൈര്യമായിട്ട് നിങ്ങൾ ഒരുങ്ങിക്കോളും, ഒരു ഭയം വേണ്ട എന്ന് പറഞ്ഞ അതേമാതിരി തന്നെ നമ്മൾ ഭംഗിയായിട്ട് ഈ പൊസിഷൻ ഇവിടെ വരെ എത്തി. എല്ലാവരും മഴ കൊള്ളാതെ ഇവിടെ എത്തി. ഈ ചടങ്ങ് അത്രയും ഭംഗിയാക്കി. ആ മനസ്സിൻ്റെ തീഷ്ണത, പ്രാർത്ഥന, ഒരുങ്ങിയുള്ള വരവാണ് മാനേജറുടെ. അത് നമ്മൾക്ക് ഏറ്റവും പ്രത്യേകത ഇന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയൊരു കാര്യമാണ്. പിന്നെ മാനേജർ അച്ഛനെ സംബന്ധിച്ച് ഇന്നത്തെ രജത ജൂബിലിയെ സംബന്ധിച്ച് ഈ സ്കൂളിന് എന്തൊക്കെ ചെയ്യാൻ പറ്റുമോ അതൊക്കെ നമ്മുടെ കൂടെ നിന്ന് നമുക്ക് വേണ്ടി സഹായിക്കാൻ ഒരുമിച്ച് ഞങ്ങളോടൊപ്പം നിൽക്കുന്ന നമ്മളുടെ ഡാസർ കുട്ടിക്കാരനച്ഛനെ ഈ വേദിയിൽ ഞാൻ ആദ്യമായി നന്ദി പറയുന്നു. രണ്ടാമതായി നമ്മുടെ സിജോ ഇരുമരച്ചൻ, അവർ കോർപ്പറേറ്റ് മാനേജറാണ്. എന്ത് കാര്യങ്ങളും ഇവിടുത്തെ ആവശ്യങ്ങൾ പറഞ്ഞാൽ മീറ്റിങ്ങുകൾക്കായാലും ഒരു സമയം ഒന്നും നോക്കാതെ ഒരുപാട് ജോലിയുള്ള നമ്മുടെ കോർപ്പറേറ്റ് മാനേജർ അച്ഛൻ ഇവിടെ ഈ വൈകിയ വേളയിലായാലും എത്തി നമ്മുടെ കൂടെ. പ്രിൻസിപ്പള് വളരെയധികം കാര്യമായിട്ട് വിളിച്ചിരുന്നു. നമുക്ക് ഈ രജത ജൂബിലിക്ക് കോർപ്പറേറ്റ് എന്താ പറയുക, ഒരു നല്ല ഒരു സംഭാവന വികാരി അച്ഛൻ്റെ കയ്യിൽ കൊടുത്തിട്ടുണ്ട്. ഇനിയും കൂടുതൽ ചെയ്യാമെന്നുള്ള നല്ല ഓഫർ തന്നിട്ടുണ്ട്. സിജോ അച്ഛൻ്റെ വേദിയിൽ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി നമ്മളുടെ ഇന്ന് നമുക്കിവിടെ ഒരു
ഫ്ലാഗ് ഓഫ് ചെയ്യാൻ വന്ന നമ്മുടെ ഫ്രാങ്ക്ലിൻ സാർ, പുള്ളി അമേരിക്കയിലെ ഒരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിന് ഇന്നിവിടെ വരാൻ നമുക്ക് കിട്ടിയത് നമ്മുടെ പ്രിൻസിപ്പൽ സാറിൻ്റെ സുഹൃത്താണ്. സാറ് പറഞ്ഞപ്പോൾ ഈ സ്കൂളിനെ പറ്റിയിട്ടാണെന്നൊന്നും അറിയില്ല, സാറ് പറഞ്ഞിട്ട് അറിവുള്ളൂ. പക്ഷേ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് പറഞ്ഞ് മനസ്സിലാക്കാൻ നമ്മുടെ പ്രിൻസിപ്പൽ സാറിന് സാധിച്ചു. അതുകൊണ്ട് ഈ സ്കൂളിൻ്റെ രജത ജൂബിലിയുടെ ഭാഗമാവാനും ലഹരിക്കെതിരെ ഒരു വാക്കത്തോൺ നടത്തുന്ന കാര്യത്തിൽ ശക്തമായിട്ട് ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട് എന്നുള്ളതും, അതിനോടൊപ്പം തന്നെ 1 ലക്ഷം രൂപയുടെ ചെക്ക് ഇന്നും കൈമാറാൻ നമുക്ക് കൈമാറി തന്ന നമ്മുടെ ഫ്രാങ്ക്ലിൻ സാറിനെ പ്രത്യേകം നന്ദി പറയുന്നു. ഇനി ഇതിൻ്റെ ചുക്കാൻ പിടിക്കുന്ന നമ്മുടെ പ്രിൻസിപ്പൽ സാർ, ഇന്ന് പ്രിൻസിപ്പൽ ഇവിടെ ഈ രജത ജൂബിലിയുടെ അനുസരിച്ച് എന്ത് കാര്യമുണ്ടെങ്കിലും ടീച്ചേഴ്സിനെ എല്ലാവരും ഏകോപിച്ച്, PTA അംഗങ്ങളെ ഏകോപിച്ച്, മാനേജർമാരെ ഏകോപിച്ച് ഒരു നല്ല ലീഡർഷിപ്പ് ക്വാളിറ്റി ഉള്ളത് കൊണ്ട് മാത്രമാണ് ഇന്ന് ഈ ഒരു പ്രിൻസിപ്പലിൻ്റെ കാലത്ത് ഇവിടെ നടന്നു പോകുന്ന കാര്യങ്ങൾ വലിയ കാര്യങ്ങളാണ് അവിടെ നടന്നു പോകുന്നത്. ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അത് നമ്മളുടെ മാനേജർ അച്ഛൻ്റെ സഹായത്തോടൊപ്പം, നമ്മുടെ PTA സഹായത്തോടൊപ്പം, നമ്മുടെ നാടിൻ്റെ സഹായത്തോടൊപ്പം, നമ്മുടെ കൊച്ചുമക്കളുടെ സഹായത്തോടൊപ്പം, നമ്മുടെ ഇവിടുത്തെ സംഘടനകളും നമ്മളുടെ പ്രസ്ഥാനങ്ങളും ഈ രജത ജൂബിലിയെ എങ്ങനെ നിലനിർത്തി കൊണ്ടുപോകാൻ പറ്റും എന്നുള്ളതിനെ ഏറ്റവും ഭംഗിയായിട്ട് ഈ വാക്കത്തോൺ പ്രോഗ്രാം ഇങ്ങനെ ഭംഗിയാക്കാനും സഹായിച്ച നമ്മുടെ പ്രിൻസിപ്പളെ സ്നേഹത്തോടെ നന്ദി പറയുന്നു. ഇനി നമ്മളുടെ ഇന്ന് ക്ലയർ സി ജോൺ പൂർവ്വ വിദ്യാർത്ഥിയാണ്, എൻ്റെ ചേട്ടൻ്റെ മകളും കൂടിയാണ്. അപ്പോൾ ഞാൻ വിളിച്ചു അത് പ്രത്യേകം പറയാൻ മറന്നതാണ്. ഇതെൻ്റെ ചേട്ടനും കൂടെയാണ്. അത് നേരത്തെ വിട്ടുപോയതാണ്. ചേട്ടനും കൂടെയായിട്ടാണ് എന്നെ ഇങ്ങോട്ട് വിളിച്ചത്. ഇന്നിവിടെ വരാനായിട്ട് പൂർവ്വ വിദ്യാർത്ഥി എന്ന നിലയിൽ ഒരുപാട് തിരക്ക്, അവിടെ സിനിമ ഷൂട്ടിൻ്റെ കാര്യം എറണാകുളമുണ്ടെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പ്രത്യേകം വികാരിച്ചിൻ്റെ പ്രിൻസിപ്പളൊക്കെ കാര്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ക്ലിയർ വരണം എന്ന് പറഞ്ഞ ടീച്ചേഴ്സിൻ്റെ ഒക്കെ അന്വേഷണം പറഞ്ഞു. അപ്പോൾ തീർച്ചയായിട്ടും ഇവിടെ വരണമെന്ന് ആഗ്രഹമുണ്ട്. എന്തെങ്കിലും വലിയ പ്രശ്നങ്ങളില്ലെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ എത്തും. വലിയ സന്തോഷത്തോടു കൂടി ഇന്ന് നമ്മളുടെ ഈ മീറ്റിങ്ങിൽ പങ്കെടുത്ത നമ്മുടെ ക്ലിയറിന് നന്ദി പറയുന്നു. ഇനി നമ്മളുടെ ട്രസ്റ്റിമാർ എല്ലാവരും നമ്മളുടെ കൂട്ടായ്മയ്ക്ക് ഓരോരുത്തരും എടുത്തു പറയുന്ന 4 ട്രസ്റ്റിമാരും ഇന്ന് വളരെ ഭംഗിയായിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്ത് ഈ രചന എന്ന പ്രോഗ്രാമും വാക്കത്തോടും കൂടെ എല്ലാവരും അവസാനം വരെ ഉണ്ടായി. എല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുന്നു. ഇനി നമ്മളുടെ സ്കൂൾ ഫസ്റ്റ് അസിസ്റ്റൻസ് ടീച്ചർ, ചെയർമാൻ, എല്ലാവർക്കും പ്രത്യേകം ഇനി ഇവിടെ വന്ന് ഇന്നത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്ത എല്ലാവർക്കും പ്രത്യേകം ഒരു കാര്യം, ഹൈസ്കൂളിലെ സ്കേറ്റിംഗ് സ്റ്റുഡൻസ് പ്രത്യേകം ഇവിടെ വന്നു. ബൈക്കുകളുമായി നമ്മുടെ ഒരു കുറച്ച് പേര് അകലെ നിന്നൊക്കെ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. വളരെ നന്ദി. പിന്നെ ഇവിടെ ജോമി ചേട്ടൻ ഇവിടെ ഫുഡൊക്കെ അറേഞ്ച് ചെയ്ത്, ജോമി ചേട്ടൻ ഈ പരിസരത്തേക്കൊന്നും വന്നിട്ടില്ല, PTA അംഗമാണ്. പ്രത്യേകം നന്ദി. വളരെ ഭംഗിയായിട്ട് ആ കാര്യം കൈകാര്യം ചെയ്തു. വാമപ്പ് നടത്തിയുള്ള സിവിൽ സാറ്, ഇനി ഇവിടുത്തെ നമ്മളുടെ ഈ പ്രോഗ്രാം കൺവീനർ ടെൽസൺ കോട്ടോളി, ഫിനാൻസ് കൺവീനർ ലിംസൺ, ഇവരൊക്കെ ഈ രചന നിറവിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു ബന്ധവും സ്കൂളിൽ ഇല്ലെങ്കിലും അവർ സമയങ്ങൾ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്ത് നമ്മൾ കൂടെ നിൽക്കുന്ന വ്യക്തികളാണ്. ഇവരൊക്കെ പ്രത്യേകം നന്ദി പറയണം. വളരെയധികം നന്ദി.